മുംബൈ ഫാൻസ് ആവേശത്തിലാണ്. അതുപോലത്തെ കളിയാണ് ഇന്ന് മുംബൈ പുറത്തെടുത്തത്. സൂര്യകുമാർ ആകട്ടെ, ഇഷാൻ ആകട്ടെ, രോഹിത് ശർമ്മ ആകട്ടെ, എല്ലാവരും തന്നെ അടിച്ചു തകർത്തു. RCB ശരിക്കും നാണം കെട്ടു. മുംബൈ ടീമിന് RCB ഒരു എതിരാളി പോലും അല്ലായിരുന്നു. ഇന്ന് മുംബൈ കളി ജയിച്ച് ക്യാപ്റ്റൻ പാണ്ഡ്യ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. മുംബൈ അങ്ങനെ IPL-ലെ രണ്ടാമത്തെ വിജയം നേടിയിരിക്കുകയാണ്. RCB-യെ പോലെ ഒരു ടീമിനെയാണ് മുംബൈ ഇപ്പോൾ തോൽപ്പിച്ചിരിക്കുന്നത്. ഇന്ന് കളി ജയിച്ച ശേഷം പാണ്ഡ്യ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ ആ പഴയ ടീമായി മാറിയിരിക്കുകയാണ്. എല്ലാവരും തമ്മിൽ ഒരു ഐക്യമത്യമുണ്ട്. എല്ലാവരും കാര്യങ്ങൾ സംസാരിച്ചാണ് തീരുമാനിക്കുന്നത്. ഞാനും രോഹിത് ശർമ്മയും ഇപ്പോൾ ഒരുപോലെയാണ്. അവൻ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഞാനും അവനും തമ്മിൽ യാതൊരു ഈഗോയുമില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടാണ് ഇപ്പോൾ കളിക്കുന്നത്. അതിൻ്റെ റിസൾട്ടാണ് കഴിഞ്ഞ 2 മാച്ചായിട്ട് നിങ്ങൾ കാണുന്നത്. ഇനിയുള്ള മാച്ചിലും ഇതുപോലെ തന്നെ മുംബൈ ടീം കളിക്കും. ഞങ്ങൾ ഇപ്രാവശ്യം കപ്പ് നേടിയേ മടങ്ങൂ. ടീമിനുള്ളിൽ ആർക്കും തന്നെ പ്രശ്നമില്ല. സൂര്യകുമാർ ഫോമിലേക്ക് തിരിച്ചെത്തി. അതുപോലെ രോഹിത് ശർമ്മയും ഇഷാനും നല്ലൊരു ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് ഇന്ന് തന്നത്. അതാണ് കളി ജയിക്കാൻ കാരണമായത്. ഏതൊരു മാച്ചായാലും ടീമിന് നല്ലൊരു സ്റ്റാർട്ട് ലഭിച്ചാൽ ആ കളി ജയിക്കും. ഇപ്പോൾ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഞങ്ങൾ ഉറപ്പായിട്ടും പ്ലേ ഓഫിലെത്തും. വരുന്ന മാച്ചിലും ഇതേ കളി ആവർത്തിക്കുമെന്ന് പാണ്ഡ്യ വ്യക്തമാക്കി. മുംബൈ ആരാധകർ ആവേശത്തിലാണ്. ആ പഴയ മുംബൈ ടീം തിരിച്ചെത്തിയിരിക്കുകയാണ്. സിക്സർ മഴയാണ് നമ്മൾ ഇന്നത്തെ മാച്ചിൽ കണ്ടത്. സൂര്യകുമാർ ഫോമിലേക്ക് തിരിച്ചെത്തി. അതുപോലെ ഓപ്പണിംഗിൽ ഇഷാനും രോഹിത്തും വെടിക്കെട്ട് ബാറ്റിംഗാണ് പുറത്തെടുത്തത്. RCB ശരിക്കും നാണം കെട്ടു. എങ്കിലും ഇന്ന് RCB ടീമിലെ ദിനേശ് കാർത്തികിന്റെ ബാറ്റിംഗ് എടുത്തു പറഞ്ഞേ മതിയാവൂ. ദിനേശ് കാർത്തിക് RCB ടീമിനെ തോളിലേറ്റി. അതുപോലെ രജിത് പട്ടിദാറും നന്നായി കളിച്ചു. എന്തായാലും മുംബൈ ഇന്ത്യൻസ് അടുപ്പിച്ച് 2 മത്സരം ജയിച്ചിരിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള മാച്ചിലും മുംബൈ ഇതുപോലെ കളിച്ചാൽ പ്ലേ ഓഫ് ഉറപ്പാണ്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.